നിപ്പയ്ക്ക് പിന്നാലെ എംപോക്സും സ്ഥിരീകരിച്ച് മലപ്പുറത്ത് ജാഗ്രത തുടരുന്നു. എംപോക്സിന്റെ വകഭേദം ഏതാണെന്ന് അറിയാനുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, മലപ്പുറത്ത് നിപ്പ, അതിനുശേഷം എംപോക്സ്, ഇങ്ങനെ തുടർച്ചയായി നമുക്ക് അപൂർവമായ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ആരോഗ്യമന്ത്രിയൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതയുണ്ട്. കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ സമ്പർക്ക പട്ടികയിലേക്ക് എത്തേണ്ടി വരുമെന്ന സൂചനകൾ ലഭ്യമായിരുന്നു. വിമാനത്തിലൊക്കെ സഞ്ചരിച്ചവരെ അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ് വകുപ്പിന്റെ പുതിയ നീക്കങ്ങൾ? രഞ്ജിത്ത്, നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. എംപോക്സ് സ്ഥിരീകരിച്ച ഇടവണ്ണ സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവർക്ക് ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അവർക്കെല്ലാം തന്നെ 21 ദിവസത്തെ നിരീക്ഷണത്തിനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ലക്ഷണങ്ങൾ കണ്ടെത്തുകയാണെങ്കിലാണ് ഇതിൽ ഒരു ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുക. അതല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ കഴിയും എന്ന് തന്നെ ഉള്ള പ്രതീക്ഷയാണ് ആരോഗ്യവകുപ്പ് പങ്കുവെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന വിമാനത്തിലെ യാത്രക്കാരെ, അദ്ദേഹം ഇരുന്നിരുന്ന സീറ്റിന് 3 റോ മുൻപിലും 3 റോ പിന്നിലുമുള്ള യാത്രക്കാരെ കണ്ടെത്താനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അവരെ കണ്ടെത്തി അവരെ കൂടി നിരീക്ഷണത്തിൽ കൊണ്ടുവരിക, എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണം ഉണ്ടെങ്കിൽ അവരെ കൂടി നിരീക്ഷിക്കുക എന്ന ഒരു കാര്യമാണ് ആരോഗ്യവകുപ്പ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ എംപോക്സിന്റെ വകഭേദം ഏതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇത് B2 വകഭേദമാണോ B1 വകഭേദമാണോ എന്ന് അറിയേണ്ടതുണ്ട്. കാരണം അതിന്റെ പകർച്ച, വ്യാപനത്തിന്റെ രീതി വ്യത്യസ്തമാണ്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള പരിശോധനകൾ നടത്തുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിമാനത്താവളത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളും പരിശോധനകളും ഒക്കെ കേന്ദ്ര സർക്കാരാണ് നിശ്ചയിക്കുന്നത്. നിലവിലുള്ള പനി പരിശോധനകൾ പുരോഗമിക്കും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം മാത്രമേ നടപ്പാക്കാനാവൂ. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. പക്ഷേ ഈ രോഗം സ്ഥിരീകരിച്ച മേഖലകളിൽ മാസ്ക് അടക്കമുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. കൂട്ടം കൂടുന്നതിന് നിയന്ത്രണമുണ്ട്. പക്ഷേ ഇത് കോവിഡ് പോലെയോ മറ്റേതെങ്കിലും അസുഖങ്ങൾ പോലെയോ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന തരത്തിലുള്ള അസുഖമല്ല. ഏതായാലും എംപോക്സിന്റെ സ്ഥിരീകരണമുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ നിപ്പ, അതിന്റെ പ്രശ്നങ്ങൾ മലപ്പുറത്തെ ബാധിക്കുന്ന പ്രശ്നമുണ്ട്. പക്ഷെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇത് കൂടുതലായി എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളുള്ളത്? കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടത്, അനുമോദ, നിയന്ത്രണങ്ങൾ, കടകൾ, കൂടിച്ചേരലുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതിന് മാറ്റമൊന്നുമില്ലല്ലോ. കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? മാസ്ക് നിർബന്ധമാക്കിയ പശ്ചാത്തലമുണ്ട്. അതേപടി തുടരുക എന്നുള്ളത് തന്നെയല്ലേ കുറച്ച് ദിവസത്തേക്ക്? രഞ്ജിത്ത്, നമുക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇവിടെ ഇല്ല. ഇവിടെ കോവിഡ് കാലത്ത് ഉണ്ടായിരുന്നത് പോലത്തെ ഒരു ആശങ്കയൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ വേണ്ട എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. നിപ്പ സ്ഥിരീകരിച്ച മേഖല, അതേപോലെ എംപോക്സ് സ്ഥിരീകരിച്ച മേഖല, ഈ 2 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കുറച്ചധികം നിയന്ത്രണങ്ങളുണ്ട്. അവിടെ മാസ്ക് കർശനമാണ്. മറ്റ് ജില്ലയിൽ എല്ലായിടത്തും മാസ്ക് വെക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഈ ഇടങ്ങളിൽ കർശനമാണ്. അതേപോലെ തന്നെ നിപ്പ സ്ഥിരീകരിച്ച തിരുവാലി പഞ്ചായത്തിലെ 4 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 1 വാർഡും അവിടെ ആളുകൾക്ക് കൂടി ചേരുന്നതിന് നിയന്ത്രണമുണ്ട്. അതേപോലെ തന്നെ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് സമയപരിധിയുണ്ട്. അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ, ഒരു കർശനമായ കാര്യങ്ങളും ആ മേഖലയിലുണ്ട്. പക്ഷെ അതിനപ്പുറത്തെ ജില്ലയിൽ എവിടെയും വേറെ കൂടുതൽ നിയന്ത്രണങ്ങളോ നിരോധനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഇത് കോവിഡ് പോലെ പടർന്നു പിടിക്കുന്ന അസുഖമല്ല ഈ എംപോക്സ് എന്ന് ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നു. നിപയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഒരു ആശങ്ക വേണ്ട സാഹചര്യമില്ല. സമ്പർക്ക പട്ടികയിലുള്ള ആരും ഇതുവരെ നിപ പരിശോധനയിൽ പോസിറ്റീവ് ആയിട്ടില്ല. അത് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. അത് നിയന്ത്രണ വിധേയമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന കണക്കുകൂട്ടലാണ് നിപയുടെ കാര്യത്തിൽ ആരോഗ്യവകുപ്പിനുള്ളത്. നിപയുടെ ഒരു സ്ഥിരീകരണം വന്നതിന് ശേഷം അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച്, ഉറവിടത്തെക്കുറിച്ചും അന്വേഷണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതും മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയാണ് ഇയാൾക്ക് രോഗം പിടിപെടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനമുള്ളത്. വവ്വാലുകൾ കടിച്ച പഴമോ അത് ഉപയോഗിച്ച മറ്റേതെങ്കിലും ജീവികളിൽ നിന്നുള്ള സംക്രമണമോ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഈ ഒരു വവ്വാൽ കഴിച്ച പഴം ഒരു പശുവോ മറ്റോ കഴിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പശുവിന് ആ ഒരു രോഗബാധ ഉണ്ടാകില്ല. പക്ഷെ പശുവിന്റെ പാൽ ഉപയോഗിക്കുന്ന ആൾക്ക് ഇത് വരാനുള്ള സാധ്യത, അങ്ങനെ വിദൂരമായ ചില സാധ്യതകളും സാഹചര്യങ്ങളുമാണ് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നത്. എന്തിനാണെങ്കിലും നിലവിൽ നമുക്ക് നിയന്ത്രണ വിധേയമായ സാഹചര്യം തന്നെയാണ് മലപ്പുറത്തുള്ളത്. എംപോക്സ് ആണെങ്കിലും നിപയാണെങ്കിലും പറന്നു പിടിക്കുന്ന ഒരു സാഹചര്യമില്ല. അത് രോഗം സ്ഥിരീകരിച്ച മേഖലകളിൽ മാസ്ക് അടക്കമുള്ള കാര്യങ്ങൾക്കും കർശന നിർദ്ദേശമുണ്ട്. ആളുകൾ കൂടി ചേരുന്നതിന്